ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഒരു പ്രാവശ്യം കൂടി നിന്റെ നാവിൽ നിന്ന് വന്നാലുണ്ടല്ലോ, മനസ്സിലായോ? മനസ്സിലായി മാഷെ. അതെ, ഞാൻ ചെന്നവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ആവണിമോള് വരാൻ സമയായി. നീ ഇങ്ങനെ വെറുതെ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കല്ലേ വെച്ചേ. നെല്ലിശ്ശേരിയിലെ കാര്യം എന്തായി മോളെ? അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. നാളെ പൂജ കഴിഞ്ഞാ ഉടനെ തന്നെ തിരിച്ചു പോണം. എന്തിനാ ഇങ്ങനെ കരയുന്നേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എന്നാലും ഞാനാകെ പേടിച്ചു പോയി. അനുപേട്ടന് ആക്സിഡന്റ് പറ്റിയെന്ന് കേട്ടപ്പോ എന്റെ ജീവൻ അങ്ങ് പോയി. ആ വിളിച്ചു പറഞ്ഞ പയ്യന് അബദ്ധം പറ്റിയതാ. മോനെ, കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, ഒരു കുഴപ്പമില്ല അച്ഛാ. കൃത്യസമയത്ത് തന്നെ സച്ചി വക്കീലിനും കൊണ്ട് അവിടെ എത്തി. അല്ല, സത്യത്തിൽ എന്താ സംഭവിച്ചത്? ആരെയാ വണ്ടി ഇടിച്ചത്? അത് വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിച്ചോടിക്കണ്ടേ മോനെ? അമ്മേ, അനുപേട്ടന്റെ ശ്രദ്ധക്കുറവുകൊണ്ടല്ല ഇതൊക്കെ സംഭവിച്ചത്. അനുപേട്ടൻ പതുക്കെ തന്നെ വന്നത്. നല്ല സ്പീഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അപകടം ഇതാകുമായിരുന്നില്ല. ആരാ പെൺകുട്ടി? അവർക്ക് എങ്ങനെയുണ്ട്? അതിനെക്കുറിച്ചൊന്നും ഞാൻ അന്വേഷിച്ചില്ല. വക്കീൽ ഒരാളെ അന്വേഷിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മോനെ, ഇനി ഇത് വലിയ കേസായി മാറുമോ? നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പേഴ്സും ഒക്കെ കറക്റ്റാണ്. ഇൻഷുറൻസും ഉണ്ട്. പിന്നെ ഇത് അനുപേട്ടൻ അങ്ങോട്ട് ചെന്ന് ഇടിച്ചതല്ല. ഫോൺ ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്യാൻ എടുത്തു ചാടിയതാ ആ പെൺകുട്ടി. പിന്നെ ആ പെൺകുട്ടിക്ക് സാരമായ പരിക്കുണ്ട്. ഓടിക്കൂടി ഒരു അപ്പത്തിനടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം ജോത്സ്യൻ ഇവനോട് പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന്. അതൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ സാവധാനം വന്നത്. ആ പെൺകുട്ടി റോഡിന്റെ സൈഡിൽ കൂടെ നടന്നു വന്നിട്ട് പെട്ടെന്ന് എടുത്ത് ചാടി റോഡിന്റെ നടുക്ക് കാറിന്റെ ഫ്രണ്ടിലേക്ക് വന്നു. സൂക്ഷിക്കണമെന്ന് ഏത് ജോത്സ്യനെ അമ്മ പറഞ്ഞത്? മോളെ, അത് അങ്ങനെയല്ല. അത് പിന്നെ കഴിഞ്ഞ ദിവസം നിന്റെ കാര്യം നോക്കാൻ വേണ്ടിട്ട് ജോത്സ്യന്റെ അടുത്ത് പോയിരുന്നേ. അങ്ങേരെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നീ ഗർഭിണിയാകുന്നതോടുകൂടി ഈ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. അമ്മാവന് ജയിൽവാസത്തിന് യോഗം ഉണ്ടാവുന്നൊക്കെ അന്ന് ജോത്സ്യം പറഞ്ഞായിരുന്നു. കമല, നീ എന്തൊക്കെയായി പറയുന്നേ? മോളെ, നീ ഇവര് പറയുന്നതൊന്നും കാര്യമാക്കണ്ട. ഏതോ ജോത്സി എന്തോ പറഞ്ഞെന്ന് കരുതി അതിപ്പോ ഇവിടെ എഴുന്നള്ളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അമ്മ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? ഏതെങ്കിലും ജോത്സ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതുവരെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? വെറുതെ കുറെ ജോത്സ്യന്മാരും അവർക്ക് കാശ് കൊടുക്കാൻ അമ്മയെ പോലെ ചില അന്ധവിശ്വാസികളും. ആ മതി മതി, എല്ലാരും സംസാരിച്ച്. ആ മോളെ മീരെ, മോളൊരു കാര്യം ചെയ്യേ, അനൂപിനെയും കൊണ്ട് മുറിയിലേക്ക് ചെല്ലേ. ഇത്രയും നേരം ഇവൻ പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് വന്നതല്ലേ? ചെല്ലേ, പോ. മോളെ, നിങ്ങൾ റൂമിലേക്ക് ചെല്ലും. നിനക്കെന്താ വല്ല ഭ്രാന്തുണ്ടോ? ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ ഈ കാര്യം പറയുന്നത്? അത് ഞാനത് മനഃപൂർവ്വം പറഞ്ഞതല്ല. പെട്ടെന്ന് അതങ്ങോട്ട് മനസ്സിലോട്ട് കയറി വന്നു, അതുകൊണ്ട് പറഞ്ഞു പോയതാ മാഷെ. അനവസരത്തിൽ ഇതുപോലുള്ള വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ ശരിയാക്കളെ. അച്ചു ഇപ്പൊ എന്ത് വിചാരിച്ചു കാണും? ഒരു വിഷമത്തിൽ നിന്ന് മാറി വരുമ്പോ അടുത്ത ഒരെണ്ണം അവളുടെ തലയിലേക്ക് കൊണ്ടുവരിക. ഞാനതൊന്നും അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല മാഷെ, അതങ്ങ് സംഭവിച്ചു പോയതാ. ജോത്സ്യൻ നമ്മളോട് ഇക്കാര്യം പറഞ്ഞു.
അനൂപ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവനും ഇതറിഞ്ഞു. ദേ ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഒരു പ്രാവശ്യം കൂടി നിന്റെ നാവിൽ നിന്ന് വന്നാലുണ്ടല്ലോ, മനസ്സിലായോ? മനസ്സിലായി മാഷെ. അതെ, ഞാൻ ചെന്നവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഏട്ടത്തി, സ്നേഹി, അവിടെ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏട്ടത്തി നാളെ സമാധാനത്തോടെ വന്നാൽ മതി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് അറിയിക്കണേ. ഉടനെ തന്നെ ഞാൻ അവിടെ എത്തിക്കോളാം. നന്ദേട്ടൻ അവിടെ ഉണ്ടോ? അതോ പുറത്തേക്ക് വല്ലതും പോയോ? പുറത്തു പോയെന്നാ തോന്നുന്നത്. ഞാൻ അവിടെ എങ്ങും കണ്ടില്ല. അവന്തി എടുത്തിയോ? ഏട്ടത്തി ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അവർക്കിതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ആർക്കെങ്കിലും നേരെ എന്തെങ്കിലുമൊക്കെ പാരയായിട്ട് ഇവിടെ എവിടെയെങ്കിലും നടപ്പുണ്ടായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തേ വിളിക്കാം. ശരി, നീ വിളിക്കാം. എന്താടോ, എന്തത്ര വലിയ ആലോചന? താനിപ്പോ ആരെ വിളിച്ചേ? ഞാൻ സ്നേഹിയെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ചതാ. തനിക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ, എന്താ കാര്യം? എനിക്ക് നല്ല ടെൻഷനുണ്ട് സച്ചേട്ടാ. അനുപേട്ടന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? അതൊന്നും സാരമില്ല, എന്തു വന്നാലും നമുക്കതിനെ നേരിടാം. ഞാൻ ഗർഭിണിയായതിന്റെ ദോഷം കൊണ്ടായിരിക്കും ഇതൊക്കെ. താൻ ഇത്രയ്ക്ക് അന്ധവിശ്വാസിയാണോ? ആകെ അങ്ങനെ കാര്യം പറയുന്നത് ആ അവന്തികടത്തി മാത്രം. അത് പിന്നെ വാ പോയ കോടാലിയ. താനത് കാര്യമാക്കണ്ട. അതല്ല സച്ചേട്ടാ, എനിക്കതൊന്നും അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല.